ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ സ്ഥലം എവിടെ ഞാൻ പറഞ്ഞുതരാം. സ്ഥലം എന്താ പറയാ, നമ്മുടെ സ്വന്തം ശ്രീനിവാസൻ ചേട്ടന്റെ സ്വന്തം കൃഷി സ്ഥലമായിട്ടുള്ള ഒരുപാട് വാർത്തകളിലും അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനൊക്കെ കേട്ട് വന്നിരിക്കുന്ന കൃഷി സ്ഥലമൊക്കെ ഉണ്ടല്ലോ. ആ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുത്തെ എന്താ കാഴ്ച എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഞങ്ങള് കയറി വന്നപ്പോ തന്നെ ചെറിയൊരു കുരിശുവരയുടെ ഫ്രണ്ടില് വന്നേക്കണം. ഇവിടെ ചെമ്മാന്റെ കബറിടം നമ്മൾ എഴുതി വെച്ചാണ്. ഏതൊരു അച്ഛന്റെ തോന്നണം. അതെ അതെ, കബറിടത്തിന്റെ. ശരി, നമുക്കത് അങ്ങോട്ട് പോവാം. അപ്പൊ ഞങ്ങള് പാടത്തേക്ക് വന്നോട്ടോ. നോക്കി പാടത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. തുടങ്ങാം. അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സൂര്യാന്തിപ്പാടമാണ്. സൂര്യാന്തി മാത്രമല്ല, ഇവിടെ നല്ല കൃഷിയെല്ലാം ഉണ്ട്. തൃപ്പൂണിത്തുറ കണ്ടനാടെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സൂര്യാന്തി മാത്രമല്ല, ജമന്തി ഉണ്ട്, ചീരയുണ്ട്, പച്ചക്കറികളൊക്കെ അങ്ങനെ ഒരുപാട് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് സൂര്യാന്തി അപ്പൊ എല്ലാരും ഉണ്ട്. ഞങ്ങൾ ഫാമിലി, ഓൾ ഫാമിലി ആയിട്ട് വന്നേക്കണം. ഓറഞ്ച് ഗന്ധി നോക്കി, ഗന്ധി ജമന്തി അതന്നെ. നോക്കി ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു പാടം കണ്ണത്താപുരത്തേക്ക്. പിന്നെ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് വരിക, പൂ കാണുക, ഫോട്ടോ എടുക്കുക, ഒരു സാധനത്തിനും തുടരുത്. വരുന്ന ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടി മാത്രമല്ല, ഇവരുടെ ഒരു കൃഷിയാണത്, അത് നശിപ്പിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ടതേ ഇത് കാണുന്നത് എന്താണെന്ന് അറിയാമോ? സൂം ചെയ്ത് കാണിച്ചാൽ ഇതാണ് പീനട്ട് ബട്ടർ. എപ്പള്ളി അതാണ് പിടിച്ചിരിക്കണം കേട്ടോ. വേണ്ട ഓക്കെ, അതിന്റെ ആ ഒരു സെക്ഷനായി കാണുന്നത് വേണ്ട. അത്യാവശ്യം സൂര്യനായി തുടങ്ങി. ഞങ്ങൾ സൂര്യൻ നല്ലപോലെ വന്നേകുമ്പോ അവിടെ കയറി ആ സൂര്യാന്തി എടുക്കട്ടെ. കണ്ടോ, ഇതാണ് നമ്മുടെ സൂര്യകാന്തി, കണ്ടനാടുള്ള സൂര്യകാന്തി. സൂര്യനൊക്കെ കാത്തിരിക്കാണ്. നോക്കിയേ, അത്യാവശ്യം കുറച്ചുണ്ട് കാണാനായിട്ട്. അതെ അതെ, സൂര്യന് അതിനനുസരിച്ച് ചിരിക്കാനുള്ള ഇതായിട്ട് നോക്കണേ. നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ സൂര്യാന്തിപ്പാടത്തിന്റെ വീഡിയോ കൊണ്ട് ഇടുന്നത്. ഒന്ന് മറ്റേ വെറൈറ്റി ഫാർമറിന്റെ അതിനു മുമ്പ് പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുഴുവൊക്കെ അതിനുള്ളിൽ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നു. തേനീച്ചകൾ തേൻ കുടിക്കാൻ വന്നിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ അങ്ങോട്ട് പോകും. എന്താ സഞ്ജി കാണാൻ പറ്റുന്നുണ്ടോ? സൂര്യനൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ. അവിടെ തന്നെ അത്യാവശ്യം വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു രാവിലെ ഒരു 6 മണി 7 മണിക്കൊക്കെ വന്നെങ്കിൽ സൂപ്പർ വ്യൂസ് കിട്ടും.
ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ രാവിലെ തന്നെ വേണം, അല്ലാണ്ട് വന്നിട്ട് കാര്യമില്ല. നോക്കിയേ കേട്ടാ, വെയില് വന്ന് ശരിക്കും വെയില് വന്നിട്ടില്ല. ഇപ്പൊ വലിയ വെയിലില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല വെയിലാവും. നോക്കിയേ അതേപോലത്തെ ഒരു കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് വരിക. സൂര്യാന്തിപ്പാടം മാത്രമല്ലട്ടാ, ഇവിടുന്ന് കുറച്ച് നമുക്ക് അങ്ങോട്ട് നീങ്ങിയിട്ട് അത് ആദ്യമേ ഇതൊക്കെ എടുത്തിട്ട് പോകാനാന്ന് ഓർത്തിട്ടാണ്. അതൊക്കെ കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഫോട്ടോയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പൊ അത് കാരണം ഇതൊന്നും കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ. ഫോട്ടോ എടുക്കാനാ താല്പര്യം. കണ്ടേ നിങ്ങളേക്ക് പോക്കി കണ്ട ഫോട്ടോ എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. നോക്കൂ കണ്ടേ, ട്രാക്ടർ കിടപ്പുണ്ട്. അതേപോലെ തന്നെ കണ്ട അതൊക്കെ കംപ്ലീറ്റ് വെണ്ട കൃഷിയാണ്. എല്ലാം വെണ്ടൊക്കെയാണ് പിടിപ്പിച്ചേക്കണം. നിറയെ ഉണ്ട്. അതിനകത്തേക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല. എന്ന് വെച്ചാല് അവരുടെ കൃഷിയുടെ ഇതൊക്കെയാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി അലമ്പാക്കുന്നത് ശരിയല്ല. വെണ്ടക്ക, പീച്ചില്, അങ്ങനെ വേറെ എന്തൊക്കെയാണ്. അതൊന്ന് സാധനങ്ങള് സംഭവം നോക്കി എന്താ വേണ്ട, ഇതെന്താ സാധനം അറിയാവുന്ന ആൾക്കാരൊന്നും. മത്തങ്ങയാണോ സോണി? അത് കാലുന്ന അനക്ക് അവിടെ നിന്ന് അനക്കേരി നിങ്ങക്ക് കയറില്ലേ? മത്തനാണോ എന്താണെന്ന് അറിയില്ല. ഇത് അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേക്കണം എന്താ സാധനം എന്നുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികള്. കൃഷി ഇങ്ങനെ കുറെ അറ്റം വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റുന്ന വെച്ചാലേ നിറയെ പുല്ലും ഇതൊക്കെ പിടിച്ചിരിക്കണ കാരണം എങ്ങനെയൊക്കെയാന്ന് കറക്റ്റ് അറിയില്ല. പാമ്പ് ശല്യമൊക്കെ ഉള്ള കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട്. വയറിലാണ്ടല്ലോ പറഞ്ഞിട്ട് കൂട്ടത്തിലേ ഞങ്ങൾ പിന്നെ ഇവിടെ രാവിലെ ഇവിടെ പച്ചക്കറി നമുക്ക് ഫ്രഷ് പച്ചക്കറി ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. കണ്ടതേ ഇവിടെ കുറച്ച് നേരത്തെ പോകുന്ന കാരണം ആരും വന്നിട്ടില്ല. ഞങ്ങൾ വൈകുന്നേരമെങ്കിൽ ഇവിടെ നിന്ന് ഫ്രഷ് പച്ചക്കറി വാങ്ങിച്ചിട്ട് പോവാം. ഇതുണ്ട്. പിന്നെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇല്ല നമുക്ക് അങ്ങോട്ട് നടക്കാം. കാരണം പാടം ഇവിടെയൊക്കെ നേരത്തെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നെല്ലൊന്നും ചെയ്യില്ലെന്ന് തോന്നണം. അതെന്താ സംഭവം അറിയില്ല. സാധാ പുല്ലാറ്റേ തോന്നുന്നു. പിന്നെ അവിടെ ആയിട്ടൊക്കെ വേറെ എന്തോ സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അമ്പലം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഇത് ഇങ്ങനെ ഈ ഇത്രയും പാടത്തിന്റെ അടക്കം അങ്ങനെ ഒരു ഇതൊക്കെ വരുമ്പോ ഒരു ഭംഗിയല്ലേ കാണാണ്ട്. കയറി വരുമ്പോ തന്നെ ചെറിയൊരു കുരിശുവര, ഇവിടെ ചെറിയൊരു അമ്പലം. വീഡിയോ ഇവിടെ വന്ന് ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നില്ല. നല്ല നല്ല റീലൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ്. കണ്ടോ അങ്ങനെ അറ്റത്തേക്കൊക്കെ എന്തോ കൃഷിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഒന്നും ഞങ്ങൾ പോണില്ല. പിന്നെ ഇവിടെ ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു ഫലവൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ. അത് ചെയ്തിട്ട് അത് മെയിലായിട്ട് അത് ഓപ്പൺ ആക്കുള്ളൂ. ഓപ്പൺ അല്ല, ഇനാഗ്രേഷൻ ചെയ്യുള്ളൂ എന്നാണ് അതിന്റെ അങ്ങനെ പറഞ്ഞ് കേട്ടത്. ചെയ്യാൻ പറ്റുമോ? അപ്പോ നേരത്തെ പറഞ്ഞില്ലേ ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, ഇതാണ് മെയില്. ഇത് ഇനാഗ്രേഷൻ ചെയ്യുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നത്.